നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജിം തോമസ്. ഞാൻ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനായിട്ട് നിർമ്മല ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്പോർട്സ് ഇഞ്ചുറീസ് അഥവാ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്കുണ്ടാകുന്ന സാധാരണയായി ഉണ്ടാകുന്ന പരിക്കുകളെക്കുറിച്ചാണ്. അത് പലതരം പരിക്കുകളാവും നമ്മുടെ ഓരോ ജോയിൻറ്റുകളിലും. അതായത് മേജറായിട്ട് നമുക്ക് വരുന്നത് തോളുകളിലും മുട്ടുകളിലും അതുപോലെ ഇടുപ്പിലും ആങ്കിൾ ജോയിൻറ്റിലുമൊക്കെയാണ് സാധാരണ നമ്മുടെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്കുണ്ടാകുന്ന പരിക്കുകൾ. മെയിനായിട്ടുണ്ടാകുന്ന പരിക്കുകൾ ഷോൾഡർ ജോയിൻറ്റിലാണ്. ഷോൾഡർ നമ്മുടെ തോളെല്ലുകളിലാണ്. അപ്പം സ്ഥിരം കളിക്കുന്ന ആൾക്കാരിലും അഥവാ വല്ലപ്പോഴും കളിക്കുന്ന ആൾക്കാരിലും ഇഞ്ചുറീസ് അഥവാ പരിക്കുകൾ പല വിധമാണ്. അതായത് സ്ഥിരം കളിക്കുന്ന ആൾക്കാരിൽ പരിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മസിൽ ടയറുകളുണ്ടാവാം, അഥവാ ലിഗമെൻറ്റ് ഇഞ്ചുറീസ്, അല്ലെങ്കിൽ തരണാസ്ഥിക്ക് ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ ടയറുകളാവാം ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഇഞ്ചുറീസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അത് അല്ലാതെ വല്ലപ്പോഴും കളിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഷോൾഡർ ഡിസ്ലൊക്കേഷൻസ് അല്ലെങ്കിൽ തരണാസ്ഥിക്കുള്ള ഇഞ്ചുറി അല്ല എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പഴയ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ഒരു കെട്ട് കെട്ടുക അല്ലെങ്കിൽ ഒന്ന് ഒഴിഞ്ഞ് കെട്ടുക, പിന്നെ നമുക്ക് നോക്കാം, ശരിയായില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് പിന്നീട് ഡോക്ടറെ കാണിക്കാം എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കറക്റ്റായിട്ട് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പോയിട്ട് ഒരു പരിക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തോളിന് പ്രശ്നമാകും, ചിലപ്പോൾ തോള് ഡിസ്ലൊക്കേറ്റഡ്, അതായത് തോള് കുഴ ചുറ്റി ചാടിപ്പോകാം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വിദഗ്ധരായ ഡോക്ടറെ പോയി കാണുക. കണ്ടിട്ട് ഡോക്ടർ പറയുന്നത് പ്രകാരം അതിനെക്കുറിച്ചുള്ള വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ അതിൽ നമ്മുടെ തോളിൻ്റെ എല്ലിൻ്റെ അവസ്ഥ മോശമാവുന്നതിന് മുന്നേ നമുക്ക് നല്ല രീതിയിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു തോളിന് വേദന വന്നു, കായിക വിനോദത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്കൊരു തോളിനൊരു വേദന വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ എക്സ്റേ എടുക്കും, അഥവാ അല്ലെങ്കിൽ MRI സ്കാനിങ്ങോ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അതിന് എന്താണ് ശരിക്കുള്ള പരിക്ക്, എല്ലിൻ്റെ പരിക്കാണോ അതോ ലിഗമെൻറ്റ് ഇഞ്ചുറി ആണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെറിയ പരിക്കുകളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെറിയ സപ്പോർട്ടോ അല്ലെങ്കിൽ ഗുളികകൾ മതിയായിരിക്കും. അല്ല വലിയ പരിക്കാണ്, നമുക്കൊന്നും തന്നെ നമ്മുടെ ശരീരം തന്നെ മിക്ക സാധനങ്ങളും നമ്മുടെ ശരീരം തന്നെ റിപ്പയർ ആവും, പക്ഷേ അതിന് ചെറിയ റെസ്റ്റ് കൊടുത്താൽ മതി. അങ്ങനെ തന്നെ ശരീരം റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങൾ അല്ലെങ്കിൽ പരിക്കുകളാണെങ്കിൽ അത് സർജറി വേണമെന്നതൊക്കെ നമ്മുടെ വിദഗ്ധരായ ഡോക്ടർ MRI സ്കാനിങ്ങും മറ്റുമൊക്കെ ചെയ്തിട്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് കൂടുതൽ ഡീറ്റെയിൽഡ് പറഞ്ഞു തരുന്നതാണ്. പണ്ടത്തെ കാലങ്ങളിലെല്ലാം നമ്മൾ ഓപ്പൺ സർജറീസാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ കാലം മാറുന്നതനുസരിച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ മുറിവുകളാണ് ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അന്ന് രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോകാം. മുറിവുകൾ ചെറുതാണ്, അകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ 4 മില്ലിമീറ്റർ ചെറിയ ഹോളിലൂടെ, താക്കോൽ ദ്വാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു താക്കോലിടുന്ന ചെറിയ ദ്വാരം, ആ വലുപ്പത്തിലുള്ള ചെറിയ മൾട്ടിപ്പിൾ 1, 2, 3 മുറിവുകളുണ്ടാവും. ആ മുറിവുകളിലൂടെ തന്നെ നമുക്ക് നമ്മുടെ തോള് കഴുകി വൃത്തിയാക്കാം. തോളിലുള്ള പരിക്കോ അല്ലെങ്കിൽ മുട്ടിലുള്ള പരിക്കാണെങ്കിൽ മുട്ടിലുള്ളത് നമുക്ക് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഞരമ്പുകളെ റിപ്പയർ ചെയ്യാനും ഒക്കെ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയോടെ നമുക്ക് ചെയ്യാൻ പറ്റും. തോളിലുള്ള ജോയിൻറ്റിലുള്ള സന്ധികളുള്ള ഇഞ്ചുറീസിന് നമ്മൾ കീഹോൾ സർജറി ചെയ്യുന്ന പോലെ തന്നെ മറ്റ് സന്ധികളും, അതായത് മുട്ടിൻ്റെയും ഇടുപ്പിൻ്റെയും ജോയിൻറ്റുകളിലും ഉണ്ടാകുന്ന പരിക്കുകൾക്കും നമുക്കിതുപോലെ തന്നെ കീഹോൾ സർജറി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്ത് അത് വൃത്തിയാക്കി ഞരമ്പുകൾ തുന്നി പിടിപ്പിച്ച് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മുറിവുകൾ വളരെ ചെറുതായിരിക്കും. നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ രോഗികളെ നിർത്താനും നടത്താനും പറ്റും. പണ്ടതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് സർജൻസ് പുട്ട് ബിഗ് ഇൻസിഷൻ ആയിരുന്നു. അതായത് വലിയ സർജൻസ് വലിയ മുറിപ്പാടുകൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. ചെറിയ മുറിവിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് ഒരു പേഷ്യൻറ്റിൻ്റെ സ്കിന്നിൽ പോലും ഒരു കോസ്മെറ്റിക് അപ്രോച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അതോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ പോലും ഒരു ഓപ്പറേഷൻ ചെയ്തു എന്നുള്ള ഒരു മാർക്ക് പോലും നിങ്ങളുടെ മുട്ടിലോ ഷോൾഡറിലോ ഇവൻ സ്പൈനിലടക്കം ഇപ്പോൾ നമ്മൾ താക്കോൽ ദ്വാര മിനിമലി ഇൻവാസീവ് സ്പൈൻ സർജറി എന്ന് പറയും. സ്പൈനിലടക്കം ഇപ്പോൾ നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട്. വളരെ നല്ല റിസൾട്ടാണ്. പഴയ കാലത്ത് ചെയ്തിരിക്കുന്ന പോലെ തന്നെ മുഴുവൻ എല്ലാ കാര്യങ്ങളും ചെറിയ മുറിവിലൂടെ തന്നെ വിദഗ്ധമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ലേണിംഗ് കർവ് എന്ന് പറയുന്നത് ഡോക്ടർമാർ അതിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസും പ്രാക്ടീസും വേണം, എന്നാലേ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് രീതിയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരും മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഏറ്റവും വിദഗ്ധമായ ഒരു ചികിത്സാ രീതി തന്നെയാണ് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. അപ്പോൾ നിങ്ങൾ അതിന് അർഹരാണ് എന്ന് അങ്ങനൊരു ഡിസിഷൻ ഡോക്ടർ എടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അമാന്തിക്കാതെ അതിനേക്ക് മുന്നിലേക്ക് പോകുന്നതുകൊണ്ട് അതെന്തായാലും നിങ്ങൾക്ക് മെച്ചമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അഥവാ ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞ പ്രൊസീജിയർ സാധാരണ നമ്മുടെ ജോയിൻറ്റുകൾ പരിക്കുണ്ടാകുന്നതിന് മാത്രമല്ല നമുക്ക് ഉപയോഗം വരുന്നത്.
ഉദാഹരണത്തിന് നമുക്കിപ്പോൾ കാലിൻ്റെ മുട്ടിലൊരു പൊട്ടുണ്ടായി കഴിഞ്ഞാൽ അത് ജോയിൻറ്റിലേക്ക് പൊട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടി നമ്മുടെ ജോയിൻറ്റുകൾ തുറക്കാതെ തന്നെ നമുക്ക് ഒരു വിദഗ്ധമായ സ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് ജോയിൻറ്റിലേക്ക് ഉണ്ടെങ്കിൽ അത് താത്താനും അത് മറ്റ് സാധാരണ രീതിയിലുള്ള പൊട്ട് ഫിക്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ജോയിൻറ്റ് തുറക്കാതെ ചെയ്യാനും ഈ ആർത്രോസ്കോപ്പിൻ്റെ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതും ഈ ആർത്രോസ്കോപ്പി പ്രൊസീജിയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്.